നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാ നമുക്കിറങ്ങാം. സത്യമേ, ഇങ്ങനെ ഒരു മറുപടിയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. രക്ഷപ്പെട്ടു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. ഈ ആലോചന ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. അതൊന്നും സാരമില്ലെന്നേ. പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ മാറി ഈ ബന്ധം കൂടുതലൊന്നും ഉറച്ചു എന്ന് കരുതിയാൽ മതി. ആശാനെ, ആശാനെ, എടുത്തമ്മേ കണ്ട ആശാനെ? നീ ഉള്ളതാശാനെ, ഞാൻ ഏട്ടത്തമ്മേ കണ്ടു. അപ്പൊ സുസ്മിത പറഞ്ഞത് ശരി തന്നെ. ശാലിനി ജില്ലാ കളക്ടറായിട്ടും ഈ പൊട്ടന്മാരൊന്നും ഇതുവരെ അവനെ കണ്ടിട്ടില്ല. അതെ ആശാനെ, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. എവിടെ വെച്ചടാ? അത് റോഡിൽ വെച്ച ആശാനെ. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വേറെ 2 ആളും കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങോട്ടാ അവര് പോയേ? അതറിയില്ല ആശാനെ. ഞാൻ കാറിന്റെ പുറകെ കുറെ ഓടി, പക്ഷെ വണ്ടി വിട്ടുപോയ ആശാനെ. അപ്പൊ കുഞ്ഞിച്ചി ഇങ്ങോട്ടല്ലേ പോകുന്നത്? ഇങ്ങോട്ടാണെങ്കിൽ കമലൻ എത്തുന്നതിന് മുന്നേ വരേണ്ടതാണല്ലോ. കമല വാടാ. വിഷ്ണു, നീ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ഉണ്ടാവണം നീ. ശാലിനി അവിടെ. നിനക്ക് സമയം തന്നിരുന്നു, അത് ഓർമ്മയുണ്ടല്ലോ. അമാവാസി വരെ. എടാ, ആ സമയമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന് ഞാൻ പറഞ്ഞത്. നീ മറ്റൊരു ബന്ധത്തിന് സമ്മതിക്കണമെന്ന്. അതനുസരിച്ച് ഞാൻ വിളിച്ചു വരുത്തിയവരാ ഇവിടെ ഇരിക്കുന്നവരല്ല. നിന്റെ കൂട്ടുകാരനോ നീയോ ചരട് വലിക്കുന്ന പാവക്കൊത്ത് കാണാൻ വേണ്ടിട്ട് ഇരിക്കുന്നവരല്ല ഇവരാരും. എടാ, നിനക്ക് വാക്കിന് വിലയില്ലെങ്കിലും സത്യഭാമയുടെ വാക്കിനൊരു വിലയുണ്ട്. അത് തട്ടിയിട്ട് നീ പോയാ മടങ്ങി വരുമ്പോ ഇതിനേക്കാളും ആളുണ്ടാവും ഇവിടെ. പക്ഷേ സത്യഭാമയ്ക്ക് ജീവനുണ്ടാവില്ല. നിർത്തടാ. സത്യഭാമ വെറും വാക്ക് പറയില്ലെന്ന് അറിയാലോ നിനക്ക്. പക്ഷെ സത്യമേ. ഇറങ്ങടാ പുറത്ത്. അടിപൊളി. ഇത് മാസ്, മരണമാസ്. എടാ, പോകാൻ. ഇറങ്ങി പോടാ.
വിഷ്ണു ഇരിക്കെ. എവിടെ ഇരിക്കാൻ? ഇരിക്കടാ. എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ കൊണ്ട് ആദ്യം ഇല്ലാത്തൊരു വീഡിയോയുടെ കഥ. ഇപ്പത്തെ അവന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. ആരെയോ എവിടെയോ വെച്ച് കണ്ടെന്ന്. എടാ, ആര് വിശ്വസിക്കുന്ന ഇത്? അല്ല സത്യാമേ, ഈ സാഹചര്യത്തിൽ എങ്ങനെയാ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അല്ല, വിഷ്ണുവിന്റെ മനസ്സിപ്പോഴും പഴയ ബന്ധത്തിൽ കുടുങ്ങി കിടക്കാൻ തോന്നുന്നു. മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ വെച്ചോണ്ട് വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ. വിജയകുമാറെ, കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നില്ലേ ഇവരോട്? പറഞ്ഞിരുന്നു സത്യാമേ. സത്യാമ്മയ്ക്ക് പരിഭവമൊന്നും തോന്നരുത്. ഒരു സെക്കൻഡ് മാരേജ് എന്നതൊന്നും ഞങ്ങൾക്കൊരു കുറച്ചിലായി തോന്നിയിട്ടില്ല. സാധാരണ ഇത്തരം വിവാഹങ്ങളിലൊക്കെ ഒന്നുകിൽ പയ്യൻ പഴയ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ ബന്ധത്തിലെ പെണ്ണ് മരിച്ചു പോയിരിക്കും. ശിവൻകുട്ടി, വേണ്ടാത്ത പറയരുത്. അല്ല രാഘവേട്ട, ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ കാര്യമല്ല, മറ്റു പല ബന്ധങ്ങളിലും കാര്യമില്ലേ. ബന്ധം വേർപെടുത്തിയിട്ടുമില്ല, പെൺകുട്ടി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായി മാറാൻ എല്ലാ സാധ്യതയുണ്ട്. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇതിന് ഒരുങ്ങി പുറപ്പെട്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. അറിഞ്ഞിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയോട് വിഷ്ണു ഇപ്പോഴും ഇത്രയും ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഇപ്പോഴല്ലേ വ്യക്തമായത്. ശരിക്കും ഈ ബന്ധത്തിന് എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെന്ന് സത്യാമ്മ ഞങ്ങളോടല്ല, ഞങ്ങള് സത്യാമ്മയോടാ ചോദിക്കേണ്ടത്. വിജയകുമാറെ, സത്യമേ, ഇതിപ്പോ ഈ ബന്ധത്തിൽ മാത്രമല്ല, ഇനി ഏത് ബന്ധം വന്നാലും മറുപടി പറയേണ്ട ഒരു വിഷയമാണ് സത്യാമ്മേ. വിജയകുമാറെ, ഇവരെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിക്കോ. മോളെ വാ, നമുക്കിറങ്ങാം. സത്യാമ്മേ, ഇങ്ങനെ ഒരു മറുപടി അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. രക്ഷപ്പെട്ടു. മോളെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. ഈ ആലോചന ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.